നീല പട്ടുപുതച്ച് മാടായിപ്പാറ. ഓണത്തിന്റെ വരവറിയിച്ച് മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു നിറഞ്ഞു. മഴയും വെയിലും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നയനാനന്ദകര കാഴ്ചയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കിട്ടുന്നത്. ജൈവ വൈവിധ്യത്തിനൊപ്പം മറ്റൊരു വർണ്ണക്കാഴ്ച കൂടിയാണ് ഈ പൂക്കൾ സമ്മാനിക്കുന്നത്. 600 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. സീസണിൽ പൂക്കുന്ന പൂക്കളും പുൽത്തകിടികളും ധാരാളം ചരിത്രമുറങ്ങുന്ന ഈ മാടായിപ്പാറ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് 4 നിറങ്ങളിലാണ് മാടായിപ്പാറ കാണാൻ സാധിക്കുക. ഇതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച മഴക്കാലത്ത് തന്നെയാണ്. പതിവ് പോലെ ഈ സീസണിലും ഓണക്കാലത്തിനു മുന്നേ മാടായിപ്പാറയിൽ കാക്കപ്പൂ വിരിഞ്ഞിരിക്കുന്നു. കാക്കപ്പൂവും കൃഷ്ണകാളിയും കൃഷ്ണപ്പൂവും നിറഞ്ഞ ഇവിടം നീല പരവതാനി വിരിച്ചതുപോലെ തോന്നും. ഇത് നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. കൃഷ്ണകേസരം, കണ്ണാമ്പൊട്ടി, മോതിരക്കണ്ണി, ആവൽ, ചെമ്പഴകം, ഈഴച്ചെമ്പകം, മാടായിച്ചൂത് തുടങ്ങി അനേകം പൂക്കളാലും സസ്യങ്ങളാലും സമ്പന്നമാണിവിടം. ഇതിലെല്ലാം ഉപരി പ്രകൃതി നൽകിയ സമ്പത്താണ് മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങൾ. വിവിധ ഇനം പക്ഷികളും ചിത്രശലഭങ്ങളും അപൂർവങ്ങളായ ചെറു മത്സ്യങ്ങളും മഴക്കാലമാകുന്നതോടെ രൂപം കൊള്ളുന്ന ചെറു തടാകങ്ങളും സൂക്ഷ്മജീവികളും ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. മാടായിപ്പാറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മേൽമണ്ണ് കുറവാണ്. ഇതുകാരണം ചെറു ചെടികൾ 2-3 മാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ സീസണിലും ഓരോ നിറങ്ങളിലുള്ള പുഷ്പങ്ങളാണ് മാടായിപ്പാറയിൽ വിരിയുന്നത്. ധാരാളം വൈവിധ്യങ്ങളടങ്ങിയ ചെടികളും പൂക്കളും പ്രകൃതി മാടായിപ്പാറയ്ക്ക് കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ഈ പ്രാവശ്യം കാക്കപ്പൂവാണ് ഇവിടെ നീലവസന്തം തീർത്തിരിക്കുന്നത്. വടുകുന്ന ശിവക്ഷേത്രവും മാടായിക്കാവും അടങ്ങുന്ന മാടായിപ്പാറ കാഴ്ചകളുടെ ഒരു പറുദീസ തന്നെയാണ്. എന്നിരുന്നാലും ഏറെ സാംസ്കാരിക പൈതൃകമുള്ള ഇവിടം സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്യാമറമാൻ പ്രതീഷ് കൊളച്ചേരിക്കൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.